ഒരിക്കലൊരു ക്ലാസ് മുറിയിൽ അധ്യാപകൻ ഒരു കുട്ടിയോട് കവിത ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു. അവൻ കുറച്ച് ചൊല്ലിയപ്പോഴേക്കും അധ്യാപകൻ ഉച്ചത്തിൽ നിർത്തുവാൻ പറഞ്ഞു. ചൊല്ലിയത് ശരിയെന്ന് നിശ്ചയമുണ്ടായിരുന്ന ആ കുട്ടി വീണ്ടും ബാക്കി ചൊല്ലുവാൻ തുടങ്ങി. അപ്പോൾ അധ്യാപകൻ വീണ്ടും നിർത്തൂ എന്ന് ഗർജിച്ചു. ആ കുട്ടി സങ്കടത്തോടെ തൻ്റെ സീറ്റിൽ പോയിരുന്നു. അടുത്ത കുട്ടിയോടും കവിത ചൊല്ലുവാൻ അധ്യാപകൻ ആവശ്യപ്പെട്ടു. അവൻ ചൊല്ലുവാൻ തുടങ്ങിയപ്പോഴേക്കും അധ്യാപകൻ നിർത്തുവെന്ന് ഉച്ചത്തിൽ പറഞ്ഞു. പക്ഷെ അവൻ അത് കാര്യമാക്കാതെ കവിത ചൊല്ലിക്കൊണ്ടേയിരുന്നു. അധ്യാപകൻ വീണ്ടും നിർത്തുവാൻ ആവശ്യപ്പെട്ടു. എന്നിട്ടും ആ കുട്ടി ചൊല്ലിക്കൊണ്ടേയിരുന്നു. അവൻ മുഴുവൻ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അധ്യാപകൻ പറഞ്ഞു, വെരി ഗുഡ്. അപ്പോൾ ആദ്യത്തെ കുട്ടി അധ്യാപകനോട് ചോദിച്ചു, സാർ, ഞാൻ ചൊല്ലിയതും ശരിയായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് എന്നോട് നിർത്താൻ ആവശ്യപ്പെട്ടത്? അധ്യാപകൻ പറഞ്ഞു, മോനെ, നീ ചൊല്ലിയത് ശരിയായിരുന്നു. എന്നാൽ ഞാൻ നിർത്തുവാൻ ആവശ്യപ്പെട്ടപ്പോൾ നീ പതറിപ്പോയി. നിനക്ക് തെറ്റുപറ്റിയോ എന്ന് നീ സംശയിച്ചു. അതുകൊണ്ടാണ് നീ നിർത്തിയത്. നാം ജീവിക്കുന്ന ലോകത്തിൽ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ പലരും ശ്രമിച്ചേക്കാം. എന്നാൽ നാം ചെയ്യുന്നതിനെപ്പറ്റി ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതൊരിക്കലും നിർത്തേണ്ടി വരില്ല. നമ്മുടെ പ്രയത്നങ്ങളിൽ നിന്നും നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടാവാം. ബന്ധുമിത്രാദികളും മാതാപിതാക്കൾ പോലും ചിലപ്പോൾ നമ്മുടെ പ്രയത്നങ്ങളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഉത്തമ ബോധ്യത്തോടെ നാം ആരംഭിക്കുന്ന കാര്യങ്ങൾ തുടരുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് എതിർപ്പുകളെ വകവയ്ക്കാതെ നാം അവയെ സധൈര്യം നേരിടണം. പ്രതിസന്ധികളുടെ മധ്യത്തിലും ധീരരായി ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ നമുക്ക് സമർപ്പിതരാവാം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് ദൈവവചനവും പറയുന്നു.